തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സിക്കൽ ശിങ്കാരവേലൻ ക്ഷേത്രം. നാഗപട്ടണത്തിൽ നിന്ന് തിരുവാരൂർ റൂട്ടിൽ 5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് സിക്കൽ. മുരുക ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം പ്രസിദ്ധമായ 6 പടൈ വീട് ക്ഷേത്രങ്ങൾക്ക് ശേഷം ഭഗവാന്റെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രത്തെ കണക്കാക്കുന്നത്. പരമ്പരാഗതമായി ഒരേ സമുച്ചയത്തിൽ ശിവനും വിഷ്ണുവുമുണ്ട്. തിരുജ്ഞാനസംബന്ധർ, അതായത് 4 പ്രശസ്ത നായന്മാരിൽ ഒരാൾ രചിച്ച തേവാരം പ്രകീർത്തിച്ചിരിക്കുന്ന 275 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. തേവാരത്തിന്റെ വിശുദ്ധ ലിപിയിൽ സ്തുതിക്കപ്പെട്ട 200ാമത്തെ ശിവസ്ഥലമായി ഈ ക്ഷേത്രം പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ചോഴനാട്ടിൽ കാവേരി നദിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 88ാമത്തെ ക്ഷേത്രമാണിത്. ഒരു ശിവക്ഷേത്രമാണെങ്കിലും ശിങ്കാരവേലൻ ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നതിന് ഈ ക്ഷേത്രം പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ ഏകദേശം 80 അടി ഉയരമുള്ള 7 നിലകളുള്ള രാജഗോപുരമുണ്ട്. 2 ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്ര സമുച്ചയം വളരെ വലുതാണ്. ചോള കാലഘട്ടത്തെയും വിജയനഗര കാലഘട്ടത്തെയും സംബന്ധിക്കുന്ന നിരവധി ലിഖിതങ്ങൾ ഈ ക്ഷേത്രത്തിൽ കാണാം. കാർത്തികൈ മണ്ഡപത്തിൽ മുരുകനുമായി ബന്ധപ്പെട്ട കഥകൾ പ്രദർശിപ്പിക്കുന്ന നിരവധി ചിത്രങ്ങളുണ്ട്. അമ്മന്റെ 64 ശക്തിപീഠങ്ങളിൽ ഒന്നെന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ഇവിടെയുള്ള സ്ഥലവൃക്ഷം മുല്ലച്ചെടിയാണ്. ക്ഷേത്ര സമുച്ചയത്തിൽ ക്ഷീരകുളം, ഗയ, ലക്ഷ്മി എന്നിങ്ങനെ 3 വിശുദ്ധ കുളങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഭഗവാൻ ദക്ഷിണാമൂർത്തി, മുരുകൻ, നടരാജർ, ത്യാഗരാജർ, പതഞ്ജലി, വിയാക്രപദർ, തപസ്സു ചെയ്യുന്ന ധ്രുവ ഋഷി, ഗജേന്ദ്രമോക്ഷം എന്നിവരുടെ ചിത്രങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെയുള്ള കല്യാണ മണ്ഡപത്തിൽ പാർവതിദേവി ശിവനുമായുള്ള വിവാഹത്തെ ചിത്രീകരിക്കുന്ന ചിത്രങ്ങളുണ്ട്. വേറിട്ട പെരുമാൾ സന്നിധിയിൽ നിന്നാണ് ശ്രീ വൈകുണ്ഠനാഥർ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിശേഷ ദിവസങ്ങളിൽ ദേവതകളെ കയറ്റുന്നതിനായി 2 തേരുകളുണ്ട്. കല്യാണ രഥം, സ്വർണം പൂശിയ കുതിര, മയിൽ, ആട്, വെള്ളി ഋഷഭവാഹനങ്ങൾ എന്നിവ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിനു മുന്നിലുള്ള കല്യാണ മണ്ഡപം കലാസൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. ഈ വലിയ മണ്ഡപത്തിന് ഏകദേശം 300x60 അടി നീളമുണ്ട്. 1932-ൽ പണികഴിപ്പിച്ച മണ്ഡപത്തിൽ ഒരേസമയം 4000-ത്തിലധികം ആളുകൾക്ക് ഇരിക്കാൻ കഴിയും. കാർത്തികൈ മണ്ഡപം എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു മണ്ഡപത്തിൽ സ്കന്ദപുരാണത്തിൽ നിന്നുള്ള ചിത്രങ്ങളുണ്ട്. കാർത്തിക മഹോത്സവത്തിൽ ഈ മണ്ഡപത്തിൽ ശിങ്കാരവേലർ ഭഗവാന് ഒരു ആചാരപരമായ ചടങ്ങ് നടത്തപ്പെടുന്നു. ചോള രാജാവായ മുച്ചുകുന്ദനാണ് ഈ പുരാതന ക്ഷേത്രം പണികഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ജഡവർമ്മൻ വീരപാണ്ഡ്യൻ, സദാശിവ മഹാരായർ, വീരഭൂപതി അച്യുതദേവ മഹാരായർ എന്നീ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലെ 8 ശിലാശാസനങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഈ സ്ഥലത്തിന്റെ ചരിത്രനാമം മല്ലികാരണ്യം എന്നാണ്. മല്ലിക എന്നാൽ മുല്ലപ്പൂവ്, ആരണ്യം എന്നാൽ വനം. ശിവന്റെയും മഹാവിഷ്ണുവിന്റെയും ആരാധനാലയങ്ങൾ ഒരേ സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന 28 ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്നാണ് സിക്കൽ ക്ഷേത്രം. ഈ ക്ഷേത്രം തമിഴ്നാട് സർക്കാരിന്റെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭരണ നിയന്ത്രണത്തിലാണ്. മഹാവിഷ്ണു, മുരുകൻ, മുനിമാർ, നാരദർ, അഗസ്ത്യർ, വസിഷ്ഠർ, വിശ്വാമിത്രർ, ഗൗതമൻ, കാത്യായനൻ, ചോള രാജാവായ മുച്ചുകുന്ദ ചക്രവർത്തി, കാമധേനു എന്നിവർ ഇവിടെ ഭഗവാനെ ആരാധിച്ചിട്ടുണ്ട്. ഐതിഹ്യമനുസരിച്ച് ഒരിക്കൽ ദേവന്മാർ ശൂരപത്മൻ എന്ന അസുരന്റെ ആക്രമണത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മുരുകനെ ആരാധിച്ചു. മുരുകൻ അസുരനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അവൻ തന്റെ അമ്മയായ പാർവതി ദേവിയിൽ നിന്ന് തന്റെ വേൽ വാങ്ങി അസുരനെ നേരിടാൻ തിരുച്ചെന്തൂരിലേക്ക് പോയി. ഈ ചടങ്ങിനെ ശൂരസംഹാരം എന്ന് വിളിക്കുന്നു. ഇത് ഈ ക്ഷേത്രത്തിൽ ഗംഭീരമായി ആഘോഷിക്കുന്നു. മുരുകനെ ഇവിടെ ശ്രീ ശിങ്കാരവേലൻ എന്ന പേരിലാണ് സ്തുതിക്കുന്നത്. എന്നുവച്ചാൽ വേലും പിടിച്ചു നിൽക്കുന്ന ഭഗവാൻ എന്നാണ് അർത്ഥം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം മഹാവിഷ്ണുവിന്റേതാണ്. ഒരിക്കൽ ദേവന്മാർ മഹാവിഷ്ണുവിനെ സമീപിക്കുകയും അസുരരാജാവായ മഹാബലി ചക്രവർത്തി വരുത്തിയ പ്രശ്നങ്ങളെക്കുറിച്ച് പരാതിപ്പെടുകയും അവർ അദ്ദേഹത്തിന്റെ സഹായം തേടുകയും ചെയ്തു. അസുരരാജാവായ മഹാബലിയുടെ കൊട്ടാരത്തിലേക്ക് പുറപ്പെടുന്നതിനു മുമ്പ് മഹാവിഷ്ണു വാമന അവതാരം എടുത്ത് ശിവനെ ആരാധിക്കാൻ ഈ സ്ഥലത്ത് വന്നു. മഹാബലിയെ ഉന്മൂലനം ചെയ്യാനുള്ള ശക്തി ശിവൻ അദ്ദേഹത്തിന് നൽകി. അതിനാൽ ഇവിടെ മഹാവിഷ്ണുവിനെ ശ്രീ കോലവാമന പെരുമാൾ എന്ന പേരിൽ സ്തുതിക്കുന്നു. പരമശിവന്റെ ശ്രീകോവിലിനോട് ചേർന്ന് അദ്ദേഹത്തിനായി ഒരു പ്രത്യേക ശ്രീകോവിലുണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യം ദിവ്യ പശുവായ കാമധേനു. ഒരിക്കൽ അവൾ ഒരു വരൾച്ചയിൽ മാംസം കഴിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ഇതറിഞ്ഞ ശിവൻ അവളെ ശപിക്കുകയും കടുവയുടെ തലയുള്ള പശുവാക്കി മാറ്റുകയും ചെയ്തു. ദുഃഖിതയായ കാമധേനു ഭഗവാനോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു. ഈ സ്ഥലത്ത് വന്ന് ഈ ക്ഷേത്രത്തിലെ പുണ്യസംസ്കാരത്തിൽ മുങ്ങി പ്രാർത്ഥിക്കണമെന്ന് ശിവൻ അവളെ ഉപദേശിച്ചു. അതനുസരിച്ച് കാമധേനു ഇവിടെ വന്ന് കുളിക്കാൻ തുടങ്ങി. കുളിക്കുന്നതിനിടയിൽ അവൾ അവളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങി അവളുടെ അകിടിൽ നിന്ന് പാൽ ഒഴുകാൻ തുടങ്ങി. മുഴുവൻ കുളവും പാൽ കുളമായി. അങ്ങനെ ക്ഷീരപുഷ്കരിണി എന്ന പേര് ലഭിച്ചു. അതിശയകരമെന്നു പറയട്ടെ, വെണ്ണയും ഇവിടെ രൂപപ്പെട്ടു. അതേസമയം ശിവന്റെ നിർദ്ദേശപ്രകാരം വസിഷ്ഠർ ഈ സ്ഥലത്തെത്തി വെണ്ണ ഉപയോഗിച്ച് ഒരു ലിംഗം സൃഷ്ടിച്ച് തന്റെ പ്രാർത്ഥനകൾ നടത്തി. പരമശിവൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിനും കാമധേനുവിനും ദർശനം നൽകി. കാമധേനുവിനെയും ക്ഷമിച്ചു. അതിനാൽ ഇവിടുത്തെ ഭഗവാനെ ശ്രീ വെണ്ണൈ ലിംഗേശ്വരർ എന്ന പേര് വിളിക്കുന്നു.
വസിഷ്ഠർ സൃഷ്ടിച്ച ലിംഗം ചില മുല്ലച്ചെടികളിൽ കുടുങ്ങിയതായും വിശ്വസിക്കപ്പെടുന്നു. ഇക്കാരണത്താൽ ഈ സ്ഥലത്തിന് സിക്കൽ എന്ന പേര് ലഭിച്ചു. തമിഴിൽ സിക്കൽ എന്നാൽ കുടുങ്ങിപ്പോകുക എന്നാണ്. ശിവന്റെയും പാർവതിയുടെയും പ്രതിഷ്ഠകൾ കൂടാതെ സുന്ദര വിനായകർ, മുരുകൻ, ത്യാഗരാജർ, മഹാലക്ഷ്മി, 63 നായന്മാർ, സപ്ത ഋഷികൾ, കാർത്തികൈ വിനായകർ, വിശ്വനാഥർ, വിശാലാക്ഷി, ഭൈരവർ, നവഗ്രഹം, സൂര്യൻ, ചന്ദ്രൻ എന്നിവരുടെ പ്രതിഷ്ഠകളും ഇവിടെ കാണാം. പ്രധാന ഹാളും ഇടനാഴികളും. ശ്രീകോവിലിനു ചുറ്റുമുള്ള സ്ഥലത്ത് വിനായകർ, സനാഗതി ഋഷികളില്ലാതെയുള്ള ദക്ഷിണാമൂർത്തി, ശനീശ്വരർ, ലിംഗോദ്ഭവർ, അദ്ദേഹത്തിന്റെ ഇരുവശത്തും വിഷ്ണുവും ബ്രഹ്മാവും, ദുർഗൈ, ചണ്ഡികേശ്വരർ എന്നിവരുടെ വിഗ്രഹങ്ങൾ കാണാം. കോവിലിനു പിന്നിൽ ലിംഗോത്ഭവന്റെ ഇരുവശങ്ങളിലും മഹാവിഷ്ണുവിന്റെയും ബ്രഹ്മാവിന്റെയും വിഗ്രഹങ്ങളുണ്ട്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ 3 ഭഗവാന്മാരായ ത്രിമൂർത്തികളുടെ ദർശനം ഭക്തർക്ക് ആസ്വദിക്കാം. ഇത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. കൊച്ചങ്ങാട് ചോള രാജാവ് 70ഓളം മാടക്കോവിലുകൾ നിർമ്മിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. മാടക്കോവിലിന്റെ പ്രത്യേകത ആനയ്ക്ക് അത്ര എളുപ്പം അടുക്കാൻ കഴിയില്ല എന്നതാണ്. ഉയരത്തിലാണ് അദ്ദേഹം ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. ഭഗവാനെ ദർശിക്കുന്നതിനു മുമ്പ് കുറച്ച് പടികൾ കയറേണ്ടതുണ്ട്. കൂടാതെ ശ്രീകോവിലിന്റെ പ്രവേശന കവാടം ഇടുങ്ങിയതാണ്, ആനയ്ക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഈ ക്ഷേത്രത്തിൽ 4 ഭഗവാന്മാരായ പരമശിവൻ, മഹാവിഷ്ണു, ശിങ്കാരവേലർ, ഹനുമാൻ എന്നിവർ ഒരു സമുച്ചയത്തിലാണ് കുടികൊള്ളുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ ത്യാഗരാജർക്ക് പ്രത്യേകം പ്രതിഷ്ഠയുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ശ്രീവരദ ആഞ്ജനേയർ എന്ന പേരിൽ ഒരു പ്രത്യേക പ്രതിഷ്ഠയുണ്ട്. സന്യാസി അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തിലെ മുരുകനെ സ്തുതിച്ചുകൊണ്ട് തന്റെ തിരുപ്പുകഴിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഇടനാഴിയിലെ ശ്രീകോവിലിന്റെ ഭിത്തിയിൽ കാമധേനുവും വസിഷ്ഠ മുനിയും മറ്റു മുനിമാരും ഭഗവാനെ ആരാധിക്കുന്ന മനോഹരമായ ഒരു റിലീഫ് കാണാം. ശത്രുസംഹാര തിരിസത്തൈ എന്ന പ്രാർത്ഥന ശിങ്കാരവേലരനോട് ചൊല്ലിയാൽ ശത്രുക്കൾ ഉണ്ടാക്കുന്ന തടസ്സങ്ങളിൽ നിന്ന് രക്ഷ നേടുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. വരദ ആഞ്ജനേയർ ഇവിടെ വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടുന്നതിനായി ഭക്തർ കട്ടമുട്ട് എന്നുവച്ചാൽ തൈര് ചോറ് വഴിപാട് ഇത് ഉപയോഗിച്ച് അദ്ദേഹത്തിന് പൂജ നടത്തുന്നു. അതിലൂടെ ഒരുപാട് പേർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമായിട്ടുണ്ട് എന്നാണ് വിശ്വാസം. 7 നിലകളുള്ള രാജഗോപുരത്തോടുകൂടിയ ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായാണ്. മാടക്കോവിലിൽ ഒന്നാണ് ഇത്. ക്ഷേത്രത്തിനു മുന്നിൽ ഒരു കല്യാണ മണ്ഡപം. രാജഗോപുരം കഴിഞ്ഞുള്ള പ്രകാരത്തിലാണ് നന്ദാവനം. 2ാം നില രാജഗോപുരം 3 നിലകളുള്ളതാണ്. കോലവണ്ണ പെരുമാൾ ഒരു പ്രത്യേക സന്നദ്ധിയിലാണ്. ശിങ്കാരവേലർ, സോമസ്കന്ദർ, ത്യാഗരാജർ എന്നിവർ മുകളിലത്തെ നിലയിലാണ്. അർദ്ധമണ്ഡപത്തിലാണ് ഉത്സവമൂർത്തികൾ. ചതുരാകൃതിയിലുള്ള ആവുടയാറിൽ ചെറിയൊരു സ്വയംഭൂവാണ് മൂലവർ. കോഷ്ടത്തിൽ വിനായകർ. മുൻവശത്തെ മണ്ഡപത്തിന്റെ വലതുവശത്താണ് ആമ്പൽ സന്നിധി. ആമ്പൽ നിൽക്കുന്ന ഭാവത്തിലാണ്. സുന്ദര ഗണപതിക്ക് ശേഷം ത്യാഗരാജർ സന്നദ്ധിയിൽ എത്താൻ പടികൾ നിർമ്മിച്ചിട്ടുണ്ട്. സപ്തവിധംഗ സ്ഥലങ്ങളിൽ ഒന്നിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. വീടങ്കർ മരകത വിധങ്കരാണ്. ഈ ക്ഷേത്രത്തിലെ ശിങ്കാരവേലർ സന്നദ്ധി പ്രസിദ്ധമാണ്. കോലവണ്ണപ്പെരുമാൾ ഒരു പ്രത്യേക ക്ഷേത്രത്തിലാണ്. ക്ഷേത്ര കോവൈപിള്ള തമിഴും ഈ ക്ഷേത്രത്തിലെ ശിങ്കാരവേലൻ എന്ന മുരുകനെ സ്തുതിക്കുന്നു. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന അത്ഭുതകരമായ കാര്യം തമിഴ് മാസമായ ഐപ്പസിയിലെ ശൂരസംഹാരം ഉത്സവം ഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നു. ഇന്നും തന്റെ അമ്മയായ പാർവതി ദേവിയിൽ നിന്ന് വേൽ സ്വീകരിക്കുന്ന മുരുകന്റെ വിഗ്രഹത്തിൽ വിയർപ്പുതുള്ളികൾ കാണാം. മുരുകന്റെ മുഖത്ത് വിയർപ്പ് പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോഴും ഈ ഉത്സവ ദിവസത്തിൽ അത് സംഭവിക്കുന്നു. ചിക്കലിൽ വേൽ വാങ്ങി ചെന്തൂരിൽ സംഹാരം എന്ന് പഴഞ്ചൊല്ലുണ്ട്. ഈ രംഗം ഒന്ന് കാണാൻ ലക്ഷക്കണക്കിനു ഭക്തരാണ് ഉത്സവസമയത്ത് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഏപ്രിൽ മേൽ ഇവിടെ വാർഷിക ബ്രഹ്മോത്സവം ആഘോഷിക്കുന്നു. തമിഴ് മാസമായ ഐപ്പസിയിൽ, അതായത് ഒക്ടോബറിൽ സ്കന്ദഷഷ്ഠി സമയത്ത് ശൂരസംഹാരം ഉത്സവം ഇവിടെ ഗംഭീരമായി ആഘോഷിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന മറ്റു ചില പ്രധാന ഉത്സവങ്ങൾ ഇവയാണ്. തമിഴ് മാസമായ ആനിയിലെ ജൂൺ ജൂലൈയിൽ ആണി തിരുമഞ്ജനം. തമിഴ് മാസമായ ആദിയിലെ ജൂലൈ ഓഗസ്റ്റിൽ ആദിപൂരം. തമിഴ് മാസമായ ആവണിയിലെ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വിനായകർ ചതുർത്ഥി. തമിഴ് മാസമായ പുരട്ടാശിയിലെ സെപ്റ്റംബർ ഒക്ടോബറിൽ നവരാത്രി. തമിഴ് മാസമായ ഐപ്പസിയിൽ ഒക്ടോബർ നവംബറിൽ അന്നാഭിഷേകം. തമിഴ് മാസമായ കാർത്തികയിലെ നവംബർ ഡിസംബറിൽ തിരുകാർത്തികൈ. തമിഴ് മാസമായ മാർഗഴിയിലെ ഡിസംബർ ജനുവരിയിൽ തിരുവാതിരൈ. തമിഴ് മാസമായ തായമാസത്തിൽ ജനുവരി ഫെബ്രുവരിയിൽ മകരസംക്രാന്തി. തമിഴ് മാസമായ മാസിയിലെ ഫെബ്രുവരി മാർച്ചിൽ ശിവരാത്രിയും. തമിഴ് മാസമായ പങ്കുനിയിൽ മാർച്ച് ഏപ്രിലിൽ പങ്കുനി ഉതിരവും. പ്രദോഷം, പൗർണമി, സങ്കടഹര ചതുർത്ഥി എന്നിവയും പതിവായി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നു. രാവിലെ 6 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെയും ക്ഷേത്രം തുറന്നിരിക്കും.